തൃശൂരിൽ ചുവടുറപ്പിച്ചു. തിരുവനന്തപുരത്തും ആറ്റിങ്ങലും പാലക്കാട്ടും നാമ്പിട്ടു. മധ്യകേരളത്തിൽ ആഴത്തിൽ വേരിറങ്ങാൻ 17% വരുന്ന ക്രൈസ്തവരുടെ പിന്തുണ വേണം. കഴിഞ്ഞ കുറച്ചു നാളുകളായി അതിനുള്ള തത്രപ്പാടിലാണ് BJP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകളിൽ കണ്ണുവെച്ച് പ്രവർത്തനം ആരംഭിച്ച BJPക്ക് കിട്ടിയ അപ്രതീക്ഷിത അടിയായി RSS മുഖവാരികയായ കേസരിയിലെ ലേഖനം. ക്രൈസ്തവ മത നേതൃത്വത്തെ രാജ്യദ്രോഹികൾ എന്നാണ് ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നത്. RSSന്റേത് ക്രൈസ്തവരെ ചാരി ഭരണഘടനയെ വെട്ടാനുള്ള നീക്കമാണെന്ന് വിമർശിച്ച് ദീപിക തിരിച്ചടിച്ചു. RDX റാപ്പ് കാണാം ആദ്യം. ക്രൈസ്തവരെ പാർട്ടിയോടടുപ്പിക്കാൻ അനൂപ് ആന്റണിക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനവും ഷോൺ ജോർജിന് ഉപാധ്യക്ഷ സ്ഥാനവും നൽകി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളം പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് BJPക്ക് RSS വക തുടർച്ചയായി കേസരി വക മറുപടി വരുന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിജു ക്രൈസ്തവ മതനേതൃത്വത്തെ രാജ്യദ്രോഹികളെന്നാണ് കേസരിയിലെ മുഖലേഖനത്തിലൂടെ ആക്ഷേപിച്ചത്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ സർക്കാരുകളും പാർട്ടികളും ഇടപെട്ട് മോചിപ്പിച്ചതാണ് തങ്ങളെ ചൊടിപ്പിച്ചതെന്ന് ലേഖനത്തിലൂടെ സംഘപരിവാർ നേതാവ് വ്യക്തമാക്കുന്നു. കേസരിക്ക് മറുപടി നൽകിയ ദീപിക ലേഖനം RSS അജണ്ടയുടെ ഭാഗമാണെന്ന് കുറ്റപ്പെടുത്തി. കേരളത്തിൽ മാത്രം ക്രൈസ്തവരെ തുല്യ പൗരന്മാരായി കാണുന്ന BJP ഇതിനൊക്കെ മറുപടി പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യട്ടെ എന്ന് ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ സർക്കാരിതര ഭൂവുടമസ്ഥർ കത്തോലിക്ക സഭയാണെന്ന് RSS എഴുതിയത് 6 മാസം മുൻപായിരുന്നുവെന്നും ദീപിക ചൂണ്ടിക്കാട്ടുന്നു. വർഗീയ വിഷം വമിക്കുന്ന ലേഖനത്തിൽ സഭാ നേതൃത്വം അവലംബിക്കുന്ന മൗനം വിശ്വാസികൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. ക്രൈസ്തവ മതനേതൃത്വത്തെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ച് RSS മുഖവാരിക കേസരിയിലാണ് ലേഖനം വന്നത്. അതിനകത്ത് ആളുകളെ മിഷണറിമാർ സായുധ ഭീകരവാദത്തിലേക്ക് നയിക്കുന്നുവെന്നാണ് ഈ മുഖലേഖനത്തിൽ പറയുന്നത്. മോദിക്ക് ഭരണ തുടർച്ച കിട്ടാതിരിക്കാൻ മതനേതൃത്വം അവിശുദ്ധ സഖ്യമുണ്ടാക്കുന്നെന്ന് പറയുന്നു. വൈദികരും കന്യാസ്ത്രീകളും മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നു. വർഗീയ വിഷം വമിക്കുന്ന ലേഖനം എഴുതിയത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിജു ആണ്. ക്രൈസ്തവ മതത്തിൻ്റേത് ചെന്നുകയറിയിടത്തെ എല്ലാ സംസ്കാരത്തെയും നശിപ്പിച്ച പാരമ്പര്യമാണ് എന്ന് ES ബിജു ആ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. ക്രൈസ്തവ മിഷണറിമാർ ദേശവിരുദ്ധരാണെന്ന് മുഖലേഖനത്തിൽ ES ബിജു ആവർത്തിച്ച് പറയുന്നു. ക്രൈസ്തവരുടെ ശ്രമം 11 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം ഇല്ലാതാക്കാനാണ് എന്ന് ബിജു എഴുതുന്നു. രാജ്യത്തെ നിയമങ്ങളെയും കേന്ദ്ര സർക്കാരിനെയും പരിധിയിലാക്കാൻ സമ്മർദ്ദതന്ത്രം പയറ്റുകയാണ് ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ എന്ന് അദ്ദേഹം പറയുന്നു. കോടതിയുടെ പരിഗണനാ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടതിൽ നീതീകരണമില്ല എന്നാണ് ES ബിജു അദ്ദേഹം പറയുന്നത്. വോട്ട് ബാങ്ക് കരുത്തുകാട്ടി സ്വാധീനമുറപ്പിക്കാൻ ക്രിസ്ത്യൻ മതനേതൃത്വം പരിശ്രമിക്കുന്നു എന്ന കൂടെ ആ ലേഖനത്തിലുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സ്വാധീനിച്ച് ക്രൈസ്തവർ CSR ഫണ്ടുകൾ സ്വന്തമാക്കുകയാണ് എന്നത് മറ്റൊരാരോപണമാണ് ES ബിജുവിൻ്റേത്. ദീപിക മറുപടി നൽകിയ ശക്തമായ വരികളിലൂടെയാണ് ക്രൈസ്തവരെ ചാരി ഭരണഘടനയെ വെട്ടണ്ട എന്ന തലക്കെട്ടോടെയാണ് ആ ലേഖനം ഇന്ന് വന്നത്. ക്രൈസ്തവർക്കെതിരെ RSSന്റെ ആസൂത്രിത നീക്കമാണെന്ന് ദീപിക വിമർശിക്കുന്നു. കേരളത്തിലും ക്രൈസ്തവ വിരുദ്ധ വർഗീയ വികാരം സൃഷ്ടിക്കാൻ ശ്രമമുണ്ട് എന്ന് അവർ പറയുന്നു. മിഷണറിമാർ നൽകിയ സംഭാവനകൾ പോലും വർഗീയതയുടെ കണ്ണിലൂടെ നോക്കുന്നു എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. RSSന്റെ മനസ്സിലിരിപ്പ് തുറന്നുകാട്ടാൻ കേരള രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകുമോ എന്നുകൂടെ ദീപിക പ്രസംഗം ചോദിക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ മതപരിവർത്തന നിരോധ ബില്ലുകളുടെ ഭരണഘടനാ സാധുത പരിശോധിക്കണം എന്നുകൂടെ പറയാനുള്ള ധൈര്യം അവർ കാണിച്ചിട്ടുണ്ട്. കേസരി ലേഖനത്തിൽ പ്രതികരിക്കാതെയാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഇപ്പോഴുള്ളത്. വർഗീയ വിഷമുള്ള ലേഖനം കണ്ടില്ലെന്ന് നടിച്ച് KCBCയും KCCയും ആണുള്ളത്. മൗനം തുടരുകയാണ് രാജ്യത്തെ വിവിധ പെന്തക്കോസ്ത് സഭകൾ എന്നതും നമ്മൾ അറിയുന്നു. വർഗീയ വിഷമുള്ള ലേഖനം കണ്ടില്ലെന്ന് നടിച്ച് മതമേലധ്യക്ഷന്മാരും അങ്ങനെ നിൽക്കുകയാണ്, മൗനികളായിട്ട് നിൽക്കുകയാണ്. സഭകളും ഉണ്ടെന്നില്ല. ദീപികയിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട്. ദീപിക ഇടയ്ക്ക് ഇങ്ങനെയുള്ള വിപ്ലവകരമായ ലേഖനമൊക്കെ എഴുതാറുണ്ട്. പക്ഷേ അതിനകത്തുള്ള ഏതോ ഒരാൾ ഇന്ന് എഴുതിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അതൊരു മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് അതിൻ്റെ ധർമ്മം ചില ഘട്ടങ്ങളിലൊക്കെ പുലർത്താറുണ്ട്. അവരുടെ ഓൺലൈൻ അങ്ങനെ അല്ലെങ്കിൽ കൂടി. പക്ഷേ അതിനകത്തൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ കേസരി പറഞ്ഞതും അതിന് ദീപിക കൊടുത്ത മറുപടിയും ഇവിടെ നമ്മൾ കണ്ടു. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട RSSന്റെ മുഖപ്രസിദ്ധീകരണങ്ങളിലൊക്കെ വന്ന ലേഖനങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോൾ ഏപ്രിൽ 2025 ഓർഗനൈസറിൽ ഈ നമ്മളിപ്പോൾ വഖഫ് ചർച്ച ചെയ്തുകൊണ്ടാണ് അതിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ കത്തോലിക്ക സഭയുടെ ഭൂമി വഖഫ് സ്വത്തിനേക്കാൾ കൂടുതലാണ്. അത് 7 കോടി ഹെക്ടർ കത്തോലിക്ക സഭയുടെ കൈവശമുണ്ട്. അത് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ലേഖനം അതായത് മുനമ്പത്ത് ഇവിടെ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുനമ്പത്ത് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുമൊക്കെയായി ചേർന്ന് നിന്നുകൊണ്ട് BJP ആ സമരമുഖത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് അങ്ങനെ ഒരു ലേഖനം വന്നത്. അതിനുശേഷം അത് വിവാദമായി
വിവാദമാവുകയും പിന്നീട് ഓർഗനൈസറിൽ നിന്ന് ആ ലേഖനം പിൻവലിക്കുകയുമായിരുന്നു. പക്ഷേ അതിൽ തന്നെ വേറെ പ്രത്യേകം പറഞ്ഞിരുന്നത് എന്താണ്? മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നു, ക്രിസ്ത്യൻ നേതാക്കന്മാർ നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ഈ രാജ്യത്തിൻ്റെ ഈ ഐക്യത്തെ, ദേശീയ ഐക്യത്തെ തകർക്കുന്നു, വിദേശ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ അന്ന് വന്നു. 2023-ലും 2024-ലും പാഞ്ചജന്യയിൽ വേറെ ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് അടക്കമുള്ള പ്രദേശങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഗൂഢാലോചന നടത്തി ഹിന്ദുക്കളെ പരിവർത്തിപ്പിക്കുകയാണെന്ന് തന്നെ ആരോപിച്ചിട്ട് ഈ അക്രമ സംഭവങ്ങളിലടക്കം, അതായത് ക്രൈസ്തവർക്കെതിരെയുള്ള അക്രമ സംഭവങ്ങളിലടക്കം നേരിട്ട് ക്രൈസ്തവരെ തന്നെ ആരോപണത്തിന് മുൻനിൽ നിർത്തുന്ന തരത്തിലുള്ള ലേഖനം വന്നിട്ടുണ്ട്. 2021-ലും 2022-ലും വേറെ ഓർഗനൈസറിൽ തന്നെ ഈ ഗ്രാം സ്റ്റെയിൻസിൻ്റെ കൊലപാതകത്തിന് പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ മറ്റൊരു തരത്തിൽ, അതായത് വിദേശ മതം പ്രചരിപ്പിച്ച് ഭാരതത്തെ ഹിന്ദു രാഷ്ട്രമാക്കാനായിട്ട് ഈ ശ്രമിക്കുകയാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ലേഖനം വന്നിട്ടുണ്ട്. 2020-ലും 2023-ലും പാഞ്ചജന്യയിൽ ഈ അതായത് ക്രിസ്ത്യൻ വിദേശികൾ എന്നാണ്, ഫോറിനേഴ്സ് എന്ന് തന്നെയാണ് ക്രിസ്ത്യാനികളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ആ നിലയ്ക്ക് വിശേഷിപ്പിച്ചുകൊണ്ട് അവരെ ഈ പറഞ്ഞതുപോലെ മതപ്രചാരണ കേന്ദ്രങ്ങളെ, അതായത് അവരുടെ സ്കൂളുകളും ആശുപത്രികളുമായിട്ടുള്ള മതപ്രചാരണ കേന്ദ്രങ്ങളെ അടയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നിലയ്ക്ക് ഇതൊരു അത്ഭുതമോ ഒന്നുമല്ല, ഇതൊരു തുടർച്ചയാണ്. ഈ തുടർച്ച ഇങ്ങനെ 2020 മുതൽ നടക്കുമ്പോഴാണ് ഇവിടെ കാസയുണ്ടാവുന്നതും ഇവിടെ സമരങ്ങൾ നടക്കുന്നതും മുനമ്പത്ത് പോയി സമരം ചെയ്യുന്നതും ഒക്കെ. അതുകൊണ്ട് ഇതൊരു മുഖപ്രസംഗം വായിക്കട്ടെ എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. ഒരു കാര്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് നമ്മുടെ സമയം കഴിഞ്ഞെങ്കിലും ഞാൻ പറയാം. അതായത് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഈ കേസരിയുടെ ലേഖനത്തിൽ BG ബിജു എഴുതുകയാണ്, ഓരോ പ്രദേശത്തും പ്രാദേശിക ഭാഷകളെ ഇല്ലാതാക്കി അവിടെയൊക്കെ ഇംഗ്ലീഷ് ഭാഷ കൊണ്ടുവരിക എന്നത് മിഷണറിമാരുടെ പരിപാടിയായിരുന്നു എന്നൊരു സ്ഥലത്ത് എഴുതിയിരിക്കുക. തൊട്ട് താഴെ എഴുതിയിരിക്കുകയാണ്, മതപരിവർത്തനം ത്വരിതപ്പെടുത്താനായി അതത് പ്രാദേശിക ഭാഷകളിൽ നിഘണ്ടുക്കൾ പ്രസിദ്ധീകരിച്ചു. അങ്ങനെയാണ് മലയാളത്തിൽ ഗുണ്ടറ്റിൻ്റെയും കന്നഡയിൽ ഫാദർ കിട്ടലിൻ്റെയും കൊങ്കണിയിൽ ഫാദർ സ്റ്റീഫൻസൺസിൻ്റെയും സംസ്കൃതത്തിൽ ഫാദർ മോനിയർ വില്യംസിൻ്റെയും മറ്റും നിഘണ്ടുക്കൾ പുറത്തു വന്നത്. ഒരു സ്ഥലത്ത് പറയാണ് ഇവർ എല്ലാ ഭാഷയും പ്രാദേശിക ഭാഷകൾ ഇല്ലാതാക്കിയിട്ട് ഇംഗ്ലീഷിനെ കൊണ്ടുപോകും. ഒരൊറ്റ ലേഖനത്തിൽ രണ്ടാമത് പറയാണ് എല്ലായിടത്തും പ്രാദേശിക ഭാഷയിൽ നിഘണ്ടുക്കൾ ഉണ്ടാക്കിയത്. സമീപകാലത്താണ് ക്രൈസ്തവ സമുദായങ്ങളെ തങ്ങൾക്കൊപ്പം അണിനിരത്താൻ BJP ശ്രമം ആരംഭിച്ചത്. അരമനകളിലേക്ക് സ്നേഹയാത്ര ചെന്നും ക്രിസ്ത്യൻ ഭവനങ്ങളിലേക്ക് ക്രിസ്മസ് കേക്കുമായി കയറി ചെന്നുമെല്ലാം BJP ആ പാലമിട്ടു. പ്രത്യക്ഷത്തിൽ സ്നേഹയാത്രയായിരുന്നുവെങ്കിൽ ആ ബന്ധത്തിൻ്റെ അധോതലങ്ങളെ ഊട്ടിയുറപ്പിച്ചത് കാസ പോലുള്ള പരമത വിദ്വേഷ ഗ്രൂപ്പുകളുടെ വർഗീയ ദുഷിപ്പുകളായിരുന്നു. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് വിജയം ആ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കിയെന്ന് കരുതിയ മെത്രാന്മാരുണ്ട്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, കോൾ എ സ്പെയ്ഡ് എ സ്പെയ്ഡ്. ഒരു തൂമ്പയെ തൂമ്പയെന്ന് വിളിക്കണം, അതായി തന്നെ കാണണം. ഈ അവസരത്തിൽ RDX ഇത്ര മാത്രമേ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. ഇന്നത്തെ RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.